കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇവനെ OLX ഇട്ടു. വിചാരിച്ചതുപോലെ തന്നെ ഇവന് വേണ്ടി ആവശ്യക്കാർ ഒത്തിരിയായിരുന്നു. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും എനിക്ക് കോൾസും മെസ്സേജസും വന്നു തുടങ്ങി. അങ്ങനെ അതിലൊരാൾക്ക് ഞാൻ ഇവനെ കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഇന്ന് രാവിലെ അവർ ഇവനെ കൊണ്ടുപോകാൻ എത്തും. എന്തോ ഇന്ന് കിടന്നിട്ട് ഉറക്കമേ വന്നില്ല. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റുടൻ തന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കാം എന്ന് കരുതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ അവസാനമായി ഒന്നുകൂടെ ഒന്ന് ഓടിക്കാമെന്ന്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം സിനിമയിൽ പറയുന്നത് പോലെ ഇവൻ്റെ പുതിയ മുതലാളി വരുന്നതിന് മുന്നേ നമുക്ക് ഇവനൊന്ന് പറപ്പിച്ചാലോ എന്ന്. പറപ്പിക്കാനൊന്നും ഞാനില്ല, പക്ഷേ ഇവൻ്റെ കൂടെ ഒരു ലാസ്റ്റ് റൈഡ്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ തമ്മിൽ അത്ര ആത്മബന്ധമൊന്നും ഇല്ലായിരുന്നെങ്കിലും എന്തോ ഇപ്പോൾ ഒരു മിസ്സിങ്. ഈ വഴിയായിരുന്നു പണ്ട് ഞാൻ സ്കൂളിൽ സൈക്കിൾ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വഴി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഹോംവർക്ക് ചെയ്യാതെയും ടെക്സ്റ്റ് ബുക്ക് എടുക്കാതെയും ടെസ്റ്റ് പേപ്പറിന് പഠിക്കാതെയും ഒക്കെ ഞാൻ ഈ വഴിയിലൂടെ പോയിട്ടുണ്ട്. അതേപോലെ സ്കൂളിൽ നിന്ന് വഴക്ക് കിട്ടിയിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞിട്ടും ഒക്കെ ഞാൻ ഈ വഴി വിഷമത്തോടെയും ടെൻഷനോടെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് എന്തോ എൻ്റെ വിഷമവും സങ്കടവും ഒക്കെ അറിയാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഈ ലാസ്റ്റ് റൈഡിന് ഞാൻ തിരഞ്ഞെടുത്തതും ഇതേ വഴിയാണ്. എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ തോന്നി. അങ്ങനെ വീട്ടിലെത്തി ഒരു ചായ കുടിച്ച് നിന്നപ്പോഴേക്കും അവനെ കൂട്ടാൻ ആളെത്തി. ഇവർ മലപ്പുറത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഷോറൂമിലെ ആളുകളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി ഓടിച്ച് നോക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് വണ്ടി ഒരു റൗണ്ട് ഓടിച്ച് നോക്കാനും കൊണ്ടുപോയി. അവർ കൃത്യമായി വണ്ടിയിലെ മുഴുവൻ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് അവർ തിരിച്ച് വണ്ടി ഓടിച്ചാണ് കൊണ്ടുപോകുന്നത്. RC ബുക്കും ഇൻഷുറൻസും മറ്റു പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവർ ഏകദേശം ഓക്കെ ആയി. ഓണർഷിപ്പ് ചേഞ്ചസും പേയ്മെൻറ്റ് ഇടപാടും കഴിഞ്ഞപ്പോൾ 100 ഇനി അവർക്കുള്ളതായി. ചെറിയ കുഞ്ഞുങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെ ഞാൻ അവൻ്റെ പേപ്പേഴ്സും ബാഗും ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ 100 പോകാൻ സമയമായി. അവർ അവനെ കൊണ്ടുപോകുകയാണ്. ആദ്യമായാണ് അവൻ ഇത്രയും ദൂരം പോകുന്നത്. ഇനിയിപ്പോൾ തിരിച്ചും വരില്ല. ഞാൻ 100നോടും അവൻ എന്നോടും നമുക്കറിയാവുന്ന ഭാഷയിൽ യാത്ര പറഞ്ഞു. ഈ സിറ്റുവേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അവൻ പോകുന്നത് വരെ ഞാൻ അവനെ നോക്കി തന്നെ നിന്നു. തിരിച്ചു വന്ന് ആദ്യം ചെയ്തത് OLXൽ സോൾഡ് ഔട്ട് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ആക്കി. അല്ലെങ്കിൽ ഇനിയും കോൾസും മെസ്സേജസും വന്നുകൊണ്ടേയിരിക്കും. അവനില്ലാത്ത കാർ പോർച്ച് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇനി അവനില്ലല്ലോ. എന്തോ ഒരുപാട് സ്ഥലം ബാക്കി വന്നതുപോലെയുണ്ട് ഇപ്പോൾ പോർച്ചിലും മനസ്സിലും. ബൈ.